കോടീശ്വരന്മാരും ഡോണുകളൊക്കെ പൈസ കൊണ്ട് അമ്മാനമാടുന്ന കസിനോകളും ചൂതാട്ട കേന്ദ്രങ്ങളൊക്കെ ഞാൻ ഇതുവരെ കണ്ടിരിക്കുന്നത് സിനിമകളിൽ മാത്രമാണ്. എന്നാൽ ഇതൊക്കെ ലോകത്ത് ശരിക്കും നടക്കുന്ന സംഭവങ്ങളാണ് എന്ന് നമുക്കൊക്കെ അറിയാം. ഇതിന് പ്രശസ്തമായ ധാരാളം നഗരങ്ങൾ ഈ ലോകത്തുണ്ട്. എന്നാൽ ഈ നഗരങ്ങളിൽ ഒന്നാം നമ്പർ ആരാണ് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ. അതാണ് അമേരിക്കയിലെ സ്റ്റേറ്റ് ഓഫ് നെവാഡയിലെ ലസ് വെഗാസ്. ലസ് വെഗാസ് ഈ ഒരു പദം, ഈ ഒരു നഗരത്തിന്റെ പേര് പണക്കൊഴുപ്പിൻ്റെ, അധികാരത്തിൻ്റെ, ആഡംബരത്തിൻ്റെ അവസാന വാക്ക് എന്നൊക്കെ പറയേണ്ടി വരും. എൻ്റർടൈൻമെൻറ്റ് ക്യാപിറ്റൽ, ഈ ലോകത്തിൻ്റെ എൻ്റർടൈൻമെൻറ്റ് ക്യാപിറ്റൽ എന്നാണ് ഈ നഗരി അറിയപ്പെടുന്നത്. ഞാൻ ഇവിടെ കണ്ട കാഴ്ചകൾ, വിശേഷങ്ങൾ ഇനി ഓരോന്നോരോന്നായി നിങ്ങളിലേക്ക്. അങ്ങനെ ഡാലസിൽ നിന്ന് അർജന്റീനയുടെ കളിയൊക്കെ കണ്ട് ഞങ്ങൾ നേരെ വിട്ടത് ലസ് വെഗാസിലേക്കാണ്. US ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ മനസ്സിൽ കടന്നുകൂടിയ ഒരു കുഞ്ഞാഗ്രഹമാണ് ഈ മാന്ത്രിക നഗരി ഒന്ന് കാണണം എന്നുള്ളത്. ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തത് സീസേഴ്സ് പാലസ് എന്ന് പറയുന്ന ഈ ഒരു അതിഭയാനകമായ ഒരു ഹോട്ടലിലാണ്. എന്താണ് ഞാൻ ഭയാനകം എന്ന് പറഞ്ഞത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കാരണം ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോണ്ടല്ലോ നമ്മുടെ കിളി പോയി. ഇതിൻ്റെ കിഴക്ക് ഏതാ പടിഞ്ഞാറ് ഏതാന്ന് മനസ്സിലാക്കാൻ തന്നെ ഞങ്ങൾക്ക് 2 ദിവസം സമയമെടുത്തു. നമ്മൾ ഇവിടെയാണ് റൂം ബുക്ക് ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ US ഫ്രണ്ട്സ് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് ചുറ്റിക്കാണാൻ തന്നെ നിങ്ങൾക്ക് 2-3 ദിവസം സമയമെടുക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഒരു 4 ലുലുമാള്, കൊച്ചിയിലുള്ള 4 ലുലുമാള് ചേർത്ത് വെച്ചാൽ എത്രയുണ്ട്, അത്രയും വലുതായിരുന്നു ഈ സംഭവം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ കസിനോകളും അതുപോലെ തന്നെ ചൂതാട്ട കേന്ദ്രങ്ങളും ഒരു 5-6 റെസ്റ്റോറൻറ്റ്സും പിന്നെ കുറേ നൈറ്റ് ക്ലബ്ബ്, കുറേ ഡേ ക്ലബ്ബ്. എനിക്കറിയില്ല, എൻ്റെ അപ്പോൾ ഇതിൻ്റെ ഒരു ഏകദേശം ഐഡിയ കിട്ടാൻ തന്നെ ഞങ്ങൾക്ക് 2 ദിവസം സമയമെടുത്തു. അപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ. അങ്ങനെ ഒരു ഭീകരമായ സംഭവം. സത്യത്തിൽ ഈ ലസ് വെഗാസ് ഇതിനും വളരെ ഫേമസ് ആണ്, വളരെ പ്രശസ്തമായ. അതിലൊന്നാണ് സീസേഴ്സ് പാലസ്. ബാക്കി പറഞ്ഞ ബെലാജിയോ ഉണ്ട്, വെനീഷ്യൻ ഉണ്ട്, വിൻ, അങ്ങനെ വളരെ അത്യാഡംബരമായ ധാരാളം ഹോട്ടൽ സമുച്ചയങ്ങൾക്ക് വളരെ പ്രശസ്തമായ ഒരു സംഭവം കൂടിയാണ് ഈ ലസ് വെഗാസ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിന് കൂടി വേണ്ടിയാണ് ഞങ്ങൾ ഈ സീസേഴ്സ് പാലസ് ബുക്ക് ചെയ്തതും. അവിടെ ചെന്ന് ഞങ്ങൾ ഏകദേശം വൈകുന്നേരം പുറത്തിറങ്ങി. ഇന്നത്തെ നമ്മുടെ അജണ്ട എന്ന് പറയുന്നത് ബസ് ട്രിപ്പാണ്, അതായത് ബസ് ടൂർസ്, ബസ് സിറ്റി ടൂർ. നിങ്ങൾക്കറിയാലോ, ബിഗ് ബസ് ആണ് ഇങ്ങനെയുള്ള പ്രശസ്തമായ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് സിറ്റി ടൂർ ഏറ്റവും ഈസി ആയിട്ട് ചെയ്തു തരുന്നത്. അപ്പം നമ്മളും ബിഗ് ബസ്സിൽ നേരത്തെ കൂട്ടി തന്നെ ടിക്കറ്റൊക്കെ എടുത്തു. കൃത്യം 7 മണിക്കാണ് അവിടുത്തെ സിറ്റി ടൂർ സ്റ്റാർട്ട് ചെയ്യുക. ഒറ്റ ടൈമിലേ ഉള്ളൂ. 7 മണിയാണെന്ന് കണ്ടാൽ തോന്നില്ല അല്ലേ? അവിടെ സൂര്യൻ അസ്തമിക്കാൻ 8:30-9 മണിയാവും. അപ്പോൾ അതുകൊണ്ട് 7 മണിക്കും നല്ല സൂര്യപ്രകാശം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഞാൻ ഏറ്റവും പുറകെ പോയിരുന്നു കാഴ്ചകളൊക്കെ വൃത്തിയായിട്ട് കാണാൻ. അങ്ങനെ സീസേഴ്സ് പാലസിൻ്റെ സംഭവത്തിൽ നിന്നാണ് നമ്മുടെ യാത്ര തുടങ്ങിയത്. ഇപ്പം നിങ്ങൾ കാണുന്നത് ബെലാജിയോ എന്ന് പറയുന്ന ഇതിൻ്റെ വിശേഷങ്ങൾ ഇതിൻ്റെ അവസാനം വീണ്ടും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പം നിങ്ങൾ കണ്ടോ, ഒരു ഈഫൽ ടവറിൻ്റെ സംഭവം കണ്ടു. ഇപ്പോൾ കണ്ടില്ലേ, ഗുച്ചി, ഇങ്ങനെയുള്ള അത്യാഡംബരമായിട്ടുള്ള ധാരാളം ബ്രാൻഡുകളുടെ ഷോപ്പുകൾ. കാരണം അവിടെ വരുന്ന കോടീശ്വരന്മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ്, നമ്മളെപ്പോലെയുള്ള എച്ചികളെ ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ. ഇങ്ങനെ നമ്മളിത് ഓരോരോ കാഴ്ചകൾ കണ്ടിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇത് കണ്ടോ, ഈജിപ്തിലെ പിരമിഡിൻ്റെയും അതുപോലെ തന്നെ സ്ഫിങ്സിൻ്റെയും ഒക്കെ ഒരു റെപ്ലിക്ക അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ മെയിൻ രാജ്യങ്ങളുടെ ഏറ്റവും, ഇപ്പോൾ പാരീസിൻ്റെയാണ് ഈഫൽ ടവർ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്, ഈജിപ്തിൻ്റെയാണ് നമുക്കിത്. ഈ സംഭവമാണ് ലോകപ്രശസ്തമായിട്ടുള്ള ലസ് വെഗാസിൻ്റെ സൈൻ ബോർഡ്. ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇത് വൺ ഓഫ് ദ മോസ്റ്റ്, ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ന്യൂയോർക്കിൻ്റെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയും ന്യൂയോർക്കിൻ്റെ ആ ഒരു റെപ്ലിക്കയാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് ഓരോ രാജ്യത്തിൻ്റെതായിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഈഫൽ ടവർ വന്നപ്പോൾ ഞാൻ ഒന്നുകൂടി അതിൻ്റെ അടുത്തുകൂടെ പോയപ്പോൾ ഒരു വീഡിയോ കൂടി എടുത്തതാട്ടോ. ഇത് രാത്രി കാണാൻ നല്ല രസമാണ്. ശരിക്കും ഈഫൽ ടവറിൽ ലൈറ്റ് ഇടുന്ന പോലെ ഇവർ ഈ ഈഫൽ ടവറിലും ലൈറ്റ് ഇടും. അങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് തോന്നും നമ്മൾ ഈ ലോകത്തിലല്ല, വേറെ ഏതോ ഒരു മാജിക്കൽ സിറ്റിയിലാണെന്ന്. കാരണം 2 സൈഡ് എവിടെ നോക്കിയാലും നമുക്ക് കാഴ്ചകൾ മാത്രമാണ് കാണാനുള്ളത്. അങ്ങനെ പോയി ഏകദേശം സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാറായി. നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു ട്വിലൈറ്റ് കാണുമ്പോൾ മനസ്സിലാവും അല്ലേ? അങ്ങനെ ഞങ്ങൾ നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സൈൻ ബോർഡ് കണ്ടില്ലേ നിങ്ങൾ, ലസ് വെഗാസിൻ്റെ സിറ്റി ഓഫ് ലസ് വെഗാസ് എന്ന് പറയുന്നത്. ഈ സൈൻ ബോർഡ് കഴിഞ്ഞ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഡൗൺ ടൗണിലേക്കാണ്. ഇതുവരെ നമ്മൾ പോയിരുന്ന ഏരിയ ഒരു വേറെ ബുലവാർഡ് എന്ന് പറയുന്നത് വേറൊരു ഏരിയയിലാണ്. ഈ ഡൗൺ ടൗണിൻ്റെ ഒരു വൈബ് ഡിഫറെൻ്റ് ആകട്ടോ. ഇത് സെപ്പറേറ്റ് ആയിട്ടൊരു വ്ളോഗ് ഞാൻ ചെയ്യുന്നുണ്ട്, ഡൗൺ ടൗൺ മാത്രം. കാരണം അത്രയ്ക്ക് വിശേഷങ്ങൾ അവിടുന്ന് പറയാനുണ്ട്. അങ്ങനെ ഏകദേശം രാത്രിയായി. ഇപ്പോൾ കണ്ടോ, നമ്മുടെ കൂടെ തന്നെ വേറൊരു ബിഗ് ബസ് നമ്മുടെ പുറകിൽ വരുന്നതാണ് കാണിച്ചിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഡൗൺ ടൗൺ ഒക്കെ കഴിഞ്ഞ് അവിടെ നിന്നുള്ള ഡൗൺ ടൗൺ കഴിഞ്ഞ് പോകുമ്പോഴാണ് ഈ ഒരു സൈൻ ബോർഡ് വരുന്നത്. നല്ല രസമല്ലേ രാത്രി കാണാൻ? അങ്ങനെ നൈറ്റായി. ഇതൊരു സർക്കസ് ഷോ ആണ്. ഇപ്പം ഇതാണ് ഏറ്റവും എൻ്റെ അപ്പോൾ അടുത്ത വ്ളോഗിൽ ഞാൻ ഇതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ലോകപ്രശസ്തമായിട്ടുള്ള ദ സ്ഫിയർ, ലോകത്തിലെ
ഏറ്റവും വലിയ LED കൊണ്ട് പ്രകാശപൂരിതമാക്കിയിട്ടുള്ള സ്ഫിയറാണിത്. ഇത് ലോകത്ത് നിങ്ങൾക്ക് ഒരൊറ്റ സ്ഥലത്തെ കാണാൻ പറ്റൂ, അതാണ് ലാസ് വെഗാസ്. ഇതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വ്ളോഗിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിലെ പ്രശസ്തമായിട്ടൊരു ഷോ ഞങ്ങൾ കണ്ടു. അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് അടുത്ത വ്ളോഗിൽ. അങ്ങനെ നമ്മൾ സ്ഫിയറൊക്കെ ദൂരെ നിന്ന് കണ്ട് പതുക്കെ ഇറങ്ങി. അപ്പോഴേക്കും പാപ്പുവിന് വെള്ളം ദാഹിച്ചു. അപ്പം നമ്മളൊരു സ്ലഷ്, അവൾക്കൊരു വാട്ടർമെലൺ സ്ലഷ് വാങ്ങിക്കൊടുത്തു. അവിടെ ഈ ഫുഡ്, അത് ഞാൻ പറയാൻ മറന്നു, ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റ്സും നല്ല അടിപൊളി ഫുഡും കിട്ടുന്ന സ്ഥലമാണ്. ഇപ്പം നിങ്ങൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ഹൈ റോളർ എന്ന് പറയുന്ന വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ടോളസ്റ്റ് ഫെറിസ് വീലാണ്. ഇതും ലാസ് വെഗാസിലുള്ള ഒരു പ്രധാന സംഭവമാണ്. അങ്ങനെ അപ്പോൾ എനിക്കും അപ്പോൾ ഒരു പൂതി, ഒരു ഐസ്ക്രീം കഴിച്ചാലോ എന്ന് പാപ്പു കഴിച്ച് കണ്ടപ്പോഴേ അപ്പോൾ ഞാനും വാങ്ങി ഒരു ഐസ്ക്രീം. എന്തായാലും നമ്മൾ എന്തിനാ കുറയ്ക്കുന്നേ. അപ്പോൾ ഈ ഫുഡ് പല വെറൈറ്റി ഫുഡുകൾക്കും വളരെ പ്രശസ്തമാണ് ലാസ് വെഗാസ്. കാരണം ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വരുന്ന ആളുകളല്ലേ. അപ്പോൾ എല്ലാ തരത്തിലും ഇപ്പം ഇറ്റാലിയനും ചൈനീസും ഏത് ടൈപ്പ് ഫുഡും നമുക്കവിടെ കിട്ടും. അങ്ങനെ ഞങ്ങൾ നടന്ന് നമ്മുടെ ഹോട്ടലിലേക്ക് പോവുകയാണ്. രാത്രി ഒന്നും കൂടി ഇറങ്ങണം, കാരണം കുറച്ച് ലേറ്റ് നൈറ്റായിട്ട് ചില ഷോകളൊക്കെ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, ഒരു കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് തിരിച്ച് ഞങ്ങളുടെ ഹോട്ടലിലേക്ക്, സീസേഴ്സ് പാലസിലേക്ക് തന്നെ ഒന്ന് പോകുന്ന ആ വഴിയാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ കാണുന്നില്ലേ ലോകത്തെ എത്ര ആളുകളാ, കണ്ടോ? നമ്മളെ പോലെ തന്നെ വായ പൊളിച്ച് ഇങ്ങനെ നടക്കുകയാണ് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട്. അങ്ങനെ ഞങ്ങൾ നൈറ്റ് പുറത്തിറങ്ങി. ഞാൻ പറഞ്ഞില്ലേ ലേറ്റ് നൈറ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കാണാനുണ്ട് എന്നുള്ളത്. ആ ഷോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ സീസേഴ്സ് പാലസ് പോലെ തന്നെ പ്രശസ്തമായിട്ടുള്ളൊരു ഹോട്ടലാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബെലാജിയോ എന്ന് പറയുന്ന ഹോട്ടൽ. അത് ഫേമസ് ആയിരിക്കുന്നത് എന്തിനാണെന്നറിയോ? അവിടുത്തെ ഫൗണ്ടൻ ഷോയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഫൗണ്ടൻ ഷോ കാണുന്നതിന് മുമ്പ് പാപ്പുവിന് നല്ലോണം വിശക്കാൻ തുടങ്ങി. അപ്പോൾ അവൾ ഒരു പിസ്സ പ്രേമിയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴൊന്നും ഞാൻ വാങ്ങിക്കൊടുക്കാറില്ല, പക്ഷേ ഇന്നൊരു പിസ്സ വേണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ നല്ലൊരു പിസ്സ ഷോപ്പ് കണ്ടു. അപ്പോൾ എന്തായാലും ഒരു പിസ്സ അടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ കാണാമെന്ന് വിചാരിച്ചു. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ബെലാജിയോ ഫൗണ്ടൻ ഷോ കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് പ്രശസ്തമായ ബെലാജിയോ ഹോട്ടൽ. ഇപ്പോൾ സീസേഴ്സ് പാലസ് എത്രത്തോളം വലുതാണെന്ന് ഞാൻ പറഞ്ഞോ, അതുപോലെ തന്നെയുള്ള ഒരു പ്രശസ്തമായിട്ടുള്ള ഹോട്ടലാണ് ബെലാജിയോ. അപ്പോൾ അവിടെ എല്ലാ 15 മിനിറ്റും രാത്രി ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ ഫൗണ്ടൻ ഷോ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇത് കാണാനും അവിടെ വരുന്ന എല്ലാ ടൂറിസ്റ്റുകളും അത് കാണാൻ വേണ്ടിയിട്ട് എല്ലാ 15 മിനിറ്റ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മിസ്സൊന്നും ആവില്ല, എപ്പോൾ വേണമെങ്കിലും പോയി കാണാം. അപ്പം ഞങ്ങൾ എന്തായാലും ഭക്ഷണം കഴിച്ച് ഈ ഒരു ഫൗണ്ടൻ ഷോ കാണാനാണ് പോയത്. അവരൊരു നല്ല പാട്ട് വയ്ക്കും. ഓരോ ഷോയിനും ഓരോ 15 ഡിഫറെൻറ്റ് പാട്ടുകളാണ് വരിക. അപ്പോൾ ആ പാട്ടുകൾക്ക് അനുസരിച്ചിട്ട്, ഫൗണ്ടൻ ഷോ അങ്ങനെയാണല്ലോ, ഫൗണ്ടൻ പാട്ടിനനുസരിച്ച് ഡാൻസ് ചെയ്യുന്ന പോലെ ആ ഒരു താളത്തിലാണ് ആ ഫൗണ്ടൻ ഷോ വരിക. അപ്പോൾ പതിഞ്ഞ താളത്തിൽ തുടങ്ങി അവസാനം ഇത്തരത്തിൽ ആ ഒരു പതുക്കെ അതിൻ്റെ ആ ബീറ്റ് ഇങ്ങനെ കുറച്ച് ടൈറ്റായി വരും. അങ്ങനെ അവസാനം ആകുമ്പോഴേക്കും ഒരു ഉച്ചസ്ഥായിയിൽ എത്തുന്ന രീതിയിൽ നല്ല രസമാണ് അത് കണ്ടു നിൽക്കാൻ. കാരണം ആ പാട്ടിനനുസരിച്ചിട്ടാണ് ആ ഫൗണ്ടൻ ഡാൻസ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. അങ്ങനെ ഫൗണ്ടൻ ഷോ ഒക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് സീസേഴ്സ് പാലസിലേക്ക് എത്തി. ഇതിന് ധാരാളം എൻട്രൻസുകളുണ്ട് കേട്ടോ, പല ഭാഗത്തു നിന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാം. പക്ഷേ ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ എൻട്രൻസ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അതിൻ്റെ ഉള്ളിൽ ധാരാളം ഈ ഷോസ് നടക്കുന്ന തിയേറ്റേഴ്സൊക്കെ ഉണ്ട്. ഈ കൊളോസിയം എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള തിയേറ്ററാണ്. കണ്ടോ, കൊളോസിയത്തിൽ അന്ന് നടക്കാൻ പോകുന്ന ഷോകളുടെയൊക്കെ ആഡുകൾ അവർ ഇത്തരത്തിൽ പുറത്തു വെച്ചിട്ടുണ്ട്. ഇപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 12-1 മണിയെങ്കിലും ആയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നഗരം ഉറങ്ങുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ആക്ച്വലി ആളുകളൊക്കെ ആക്റ്റീവ് ആവുന്നത് തന്നെ ഏകദേശം പുലർച്ചെ 1 മണി 2 മണി കഴിഞ്ഞിട്ടാണ്. പല റെസ്റ്റോറൻറ്റ്സും തുറക്കുന്നത് തന്നെ ആ സമയത്താണ്. എന്തായാലും ഞങ്ങളുടെ ആദ്യത്തെ ദിവസത്തെ വിശേഷങ്ങൾ ഇവിടെ കഴിയാണ്. പക്ഷേ ഇനിയും എത്രയോ വിശേഷങ്ങൾ ബാക്കിയുണ്ട്, കാത്തിരിക്കൂ കേട്ടോ.